അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഫില്ലിങ് തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 സവാള കൊത്തിയരിഞ്ഞത്, 3 പച്ചമുളക്, 1 ക്യാരറ്റ്, പാകത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം പൊടിച്ചത്. പിന്നെ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം, 1 ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗവും. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസും. പിന്നെ ഇതിലേക്ക് ചിക്കൻ പുഴുങ്ങി ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായി 1 സ്പൂൺ നെയ്യും കൂടി ചേർക്കുക. ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യിട്ട് കൊടുക്കുന്നത്. ഇനി പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബണ്ണിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു 1/4 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇളം ചൂടുള്ള പാൽ. ഈ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. ഇത് പുതിയ ഈസ്റ്റ് ആയിരിക്കണം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് 3 കപ്പ് മൈദയാണ്. ഇനി പൊടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അത് കുഴക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് ഓയിലാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ആയി കിട്ടണം, എന്നാലേ നമ്മുടെ ബണ്ണ് ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3/4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 3/4 മണിക്കൂറിന് ശേഷം ഞാൻ മാവ് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് ഒരു മാറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി കൈ വെച്ച് കുഴച്ചെടുത്ത് ഓരോ ഉരുളകളാക്കി മുറിച്ചെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചിക്കൻ ബണ്ണിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ എയർ ഫ്രയറൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ, ഓവണും എയർ ഫ്രയറൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് വീണ്ടും ഇടുന്നത്. കാരണം നമുക്ക് എയർ ഫ്രയറൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്കുമായി പരിചയപ്പെടുത്തി തരികയാണ്. ഇനി ഇതുപോലെ നടുവിലായി പരത്തിയെടുത്ത് നടുവിലായി ഫില്ലിങ് വെച്ച് നമുക്കിതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഞാൻ പിന്നെ അധികം ലെങ്ത് ഉള്ള വീഡിയോ ഇടാത്തത് തീരെ വ്യൂസ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ അധികം ഇടാറ്. എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ റോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഒന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മാവെല്ലാം ഉരുളകളാക്കിയതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ, അങ്ങനെയാണ് നല്ലത്. പിന്നെ അതിൽ നിന്ന് ഓരോന്നും എടുത്ത് നമുക്കിങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ഈ റോൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ എല്ലതും ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് വൈറ്റ് വെള്ളം പിന്നെ ബ്ലാക്ക് എള്ളും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ശേഷം തന്നെ ഞാൻ ഒന്നും കൂടി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോന്നും ഇട്ട് കൊടുക്കുന്നു. 3 എണ്ണം വീതമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് റെഡിയായി വരുമ്പോൾ തിരിച്ചിട്ട് നമുക്ക് നല്ല കളറ് ബ്രൗൺ കളറായി നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റ് ഉണ്ടെന്ന്, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ കട്ട്ലറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങും വേണ്ട, നമുക്ക് ഉണ്ടാക്കാൻ തന്നെ നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ ബണ്ണനായിരുന്നു. അപ്പോൾ എല്ലാം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.